BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അഭിഭാഷക കോടതിയിലെത്തിയത് 10 ദിവസത്തിൽ താഴെ. നടിയെ ആക്രമിച്ച കേസിൽ അഡ്വക്കേറ്റ് TB മിനിക്കെതിരെ വിചാരണ കോടതി. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് TB മിനിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി വിചാരണ കോടതി. വിചാരണ സമയത്ത് 10 ദിവസത്തിൽ താഴെ മാത്രമാണ് അഭിഭാഷക കോടതിയിലെത്തിയത്. അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളത്. ആ സമയം ഉറങ്ങുകയാണ് പതിവെന്നും കോടതി വിമർശിച്ചു. വിശ്രമ സ്ഥലം എന്ന രീതിയിലാണ് അഭിഭാഷക കോടതിയിലെത്താറുള്ളത്. എന്നിട്ടാണ് കോടതി അത് കേട്ടില്ല, പരിഗണിച്ചില്ല എന്ന് പറയാറുള്ളതെന്നും കോടതി വിമർശിച്ചു. കോടതി അലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് വിമർശനം. അതിജീവിതയുടെ അഭിഭാഷക ഇന്നും ഹാജരായിരുന്നില്ല. വിമർശനം പക്വതയില്ലാത്തത്. കേസിന്റെ ട്രയൽ സമയം മുഴുവനും കോടതിയിലുണ്ടായിരുന്നു അഡ്വക്കേറ്റ് TB മിനി. ജീവിതത്തിന്റെ 5 വർഷക്കാലം മുഴുവൻ അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. വക്കാലത്ത് കിട്ടിയപ്പോൾ മുതൽ വിചാരണ കോടതിയിൽ മുഴുവൻ സമയവും ഉണ്ടായിരുന്നുവെന്നും അഡ്വക്കേറ്റ് TB മിനി പ്രതികരിച്ചു. ഒരിക്കലും ഒരു കോടതി അഭിഭാഷകയോട് പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഹൈക്കോടതി ഈ വിമർശനത്തെ വിലയിരുത്തട്ടെയെന്നും അഡ്വക്കേറ്റ് TB മിനി മാധ്യമങ്ങളോട് പറഞ്ഞു. കോടതിയുടെ വിമർശനം പക്വതയില്ലായ്മയായാണ് കാണുന്നത്. തന്റെ അസാന്നിധ്യത്തിൽ കൂടെ പ്രവർത്തിക്കുന്ന ജൂനിയർ അഭിഭാഷകർ കോടതിയിലെത്തിയിട്ടുണ്ട്. കോടതിയുമായി തർക്കിക്കുന്നില്ല. വ്യക്തിപരമായി അഭിഭാഷകരെ ആക്ഷേപിക്കേണ്ട ഒരാവശ്യവും കോടതിക്കില്ല. എത്രമാത്രം ബാലിശമാണ് കോടതിയെന്ന് പൊതുജനം വിലയിരുത്തട്ടെയെന്നും മിനി പറഞ്ഞു. കോട്ടയത്ത് KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 3 മരണം. കോട്ടയത്ത് വാഹനാപകടത്തിൽ 3 മരണം. MC റോഡിൽ മൂനിപ്പള്ളിയിൽ ആണ് KSRTC ബസും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. ഇന്ന് രാവിലെ 10:30യോടെയായിരുന്നു അപകടം. കാറിലുണ്ടായിരുന്ന നീണ്ടൂർ പ്രാവട്ടം സ്വദേശികളാണ് മരിച്ചത്. മരിച്ചവരിൽ 11 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട്. അപകടത്തിന് തൊട്ടു പിന്നാലെ നാട്ടുകാർ എത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും 3 പേരുടെ ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല. ഇവർക്കൊപ്പം കാറിലുണ്ടായിരുന്ന 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബസ്സിലുണ്ടായിരുന്ന 3 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. വടകരയിൽ ആരാണ് രാഹുലിന്റെ സംരക്ഷകൻ? ഫ്ളാറ്റ് ആരുടെ ഉടമസ്ഥതയിലെന്ന് കണ്ടെത്തണം. പ്രശാന്ത് ശിവൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ പോലീസ് FIRലുള്ള വടകരയിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്ന് BJP പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ. വടകരയിൽ ആരാണ് രാഹുലിന്റെ സംരക്ഷകൻ? ആരുടെ ഉടമസ്ഥതയിലാണ് ഫ്ളാറ്റ് എന്നും കണ്ടെത്തണം. അതിജീവിതമാരെ അധിക്ഷേപിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. രാഹുലിന്റെ രാജി ആവശ്യപ്പെടുവാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെന്നും പ്രശാന്ത് ശിവൻ കൂട്ടിച്ചേർത്തു. രാഹുലിന്റെ അറസ്റ്റിൽ ആരോടും മറുപടി പറയേണ്ട ബാധ്യത കോൺഗ്രസിന് ഇല്ലെന്നായിരുന്നു KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറിന്റെ പ്രതികരണം. കോൺഗ്രസിന് പുറത്തുള്ള ഒരു MLA രാജിവെക്കണമെന്ന് പറയുവാൻ കഴിയില്ലെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. സ്പീക്കറുടെ നടപടി എന്താണെന്നറിയില്ല. എത്തിക്സ് കമ്മിറ്റിക്ക് എങ്ങനെയാണ് അംഗത്വം കളയുവാൻ കഴിയും എന്നറിയില്ല. പരിശോധിച്ച് പറയാമെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. നടിയെ ആക്രമിച്ച കേസ് പ്രതി മാർട്ടിൻ ആന്റണിയുടെ അപ്പീൽ പരിഗണിക്കാൻ മാറ്റി. ശിക്ഷ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നടി ആക്രമിക്കപ്പെട്ട കേസിലെ 2ാം പ്രതി മാർട്ടിൻ ആന്റണിയുടെ അപ്പീൽ ഹർജി പരിഗണിക്കുവാൻ മാറ്റി. ഫെബ്രുവരി 4ലേക്കാണ് ഹൈക്കോടതി കേസ് മാറ്റിയത്. ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹർജി. കേസിൽ ഇതുവരെ 3 പ്രതികളാണ് ശിക്ഷ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. മറ്റ് 2 പ്രതികളുടെയും അപ്പീൽ ഹർജികൾക്കൊപ്പമായിരിക്കും മാർട്ടിൻ ആന്റണിയുടെ ഹർജിയും പരിഗണിക്കുക. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വന്ദേ ഭാരത് സ്ലീപ്പറിൽ RAC സൌകര്യം ഉണ്ടാകില്ല. ടിക്കറ്റ് നിരക്കുകൾ പുറത്തുവിട്ട് റെയിൽവേ. കേരളത്തിൽ ഉൾപ്പെടെ ഉടൻ സർവീസ് ആരംഭിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ടിക്കറ്റ് നിരക്കുകൾ പ്രസിദ്ധീകരിച്ച് റെയിൽവേ. RAC അഥവാ റിസർവേഷൻ ക്യാൻസലേഷൻ, വെയിറ്റിംഗ് ലിസ്റ്റ് എന്നിവ പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളിൽ ഉണ്ടാകില്ല. നിരക്കുകൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആദ്യ സ്ലീപ്പർ ട്രെയിൻ ഗുവാഹത്തി ഹൌറ റൂട്ടിൽ അടുത്തയാഴ്ച ഓടിത്തുടങ്ങും. ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സർ പറത്തിയ ഓപ്പണറായി രോഹിത് ശർമ്മ. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ അടിച്ച ഓപ്പണർ എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യൻ താരം രോഹിത് ശർമ്മ. ന്യൂസിലാൻഡിനെതിരായി നടന്ന ആദ്യ ഏകദിനത്തിലാണ് രോഹിത് ശർമ്മ ഈ നേട്ടത്തിലേക്ക് എത്തിയത്. ഓപ്പണറായി എത്തി ഇതുവരെ 650 സിക്സറുകളാണ് രോഹിത് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ 6ാം ഓവറിൽ ബെൻ ഫോക്സിനെതിരെ സിക്സർ തൊടുത്ത രോഹിത് വെസ്റ്റ് ഇൻഡീസ് താരം
ക്രിസ് ഗെയിലിന്റെ റെക്കോർഡിനൊപ്പം എത്തുകയായിരുന്നു. തുടർന്ന് കെയിൽ ജാമിസന്റെ ഓവറിലും സിക്സർ നേടിയതോടെയാണ് ക്രിസ് ഗെയിലിന്റെ റെക്കോർഡ് മറികടന്നത്. 29 പന്തിൽ നിന്നും 2 ബൌണ്ടറികളും 2 സിക്സറുകളും അടക്കം 26 റൺസാണ് താരം നേടിയത്. ക്രിസ് ഗെയിലിന് മുൻപ് കഴിഞ്ഞ വർഷം ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനിടെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ പാകിസ്ഥാന്റെ ഷാഹിദ് അഫ്രീദിയുടെ റെക്കോർഡ് ഇന്ത്യൻ താരം മറികടന്നിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.